നെയിൽ പോളിഷ് കളക്ഷൻസ് കാണിച്ചു തരാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് കുറച്ച് കളക്ഷൻസ് ആണ് ഉള്ളത്, ഞാൻ കാണിച്ചു തരാം. ദാ ഇത്രയേ ഉള്ളൂ എൻ്റെ അടുത്ത് നെയിൽ പോളിഷ് കളക്ഷൻസ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഷെയ്ഡ്സ് ഒക്കെ കാണാൻ പറ്റും. നെയിൽ പോളിഷ് എന്താണ് ഇത്രയും അധികം ഇഷ്ടപ്പെടാൻ ഉള്ള ഒരു റീസൺ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതിനൊരു കുഞ്ഞു സ്റ്റോറി ആണ്. നെയിൽ പോളിഷ് അത്രയും എനിക്ക് ഇഷ്ടമാണ്. കാരണം ഒരു ടൈമിൽ എൻ്റെ അടുത്ത് ഒരെണ്ണം പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറേ ഷെയ്ഡ്സ് ഉണ്ട്. ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നെയിൽ പോളിഷ് ഉണ്ട്, എൻ്റെ മോൾക്ക് ഇതുപോലെ നെയിൽ പോളിഷ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്, ഒരെണ്ണം പോലും ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ആ ഒരു എന്താ പറയുക മുൻപത്തെ ഒരു സംഭവം ഞാനിങ്ങനെ ആലോചിച്ചു. സെയിം അവസ്ഥയായിരുന്നു എനിക്കും. ഒരെണ്ണം പോലും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് നെയിൽ പോളിഷ് അപ്ലൈ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസമായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു കമൻറ്റാണ് എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻസ് കാണിച്ചു തരാൻ പറഞ്ഞിട്ട്. എങ്ങനെയാണോ എൻ്റെ നെയിൽ പോളിഷ് കാണുന്നതെന്ന് അറിയില്ല. കാരണം ഞാൻ അധികം നെയിൽ പോളിഷ് കൈമിടാറില്ല. കാരണം എനിക്ക് നഖമില്ല, കണ്ടോ, ഭയങ്കര കുട്ടി നഖമാണ്. അങ്ങനെ പെട്ടെന്നൊന്നും വളരാത്തൊരു നഖമാണ് കേട്ടോ. അതുപോലെ തന്നെ വളർന്നാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നൊരു നഖമാണ്. പിന്നെ ഇടയ്ക്കൊക്കെ ഒരു കടിക്കണ ശീലമുണ്ട്, ഇപ്പം അതൊന്നും കുറഞ്ഞേക്കാണ്. അപ്പോൾ എൻ്റെ നെയിൽ പോളിഷിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പോൾ ലോങ് വീഡിയോസിൽ എവിടെയെങ്കിലും ഒന്നിൽ കാണിച്ചിട്ടുണ്ടാവും ഞാൻ നെയിൽ പോളിഷ് മാറ്റണതോ അല്ലെങ്കിൽ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യണതോ എന്നറിയില്ല. എന്തായാലും എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻസ് കാണിച്ചു തരാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് കുറച്ച് കളക്ഷൻസ് ആണ് ഉള്ളത്, ഞാൻ കാണിച്ചു തരാം. ദാ ഇത്രയേ ഉള്ളൂ എൻ്റെ അടുത്ത് നെയിൽ പോളിഷ് കളക്ഷൻസ്. നെയിലില്ലെങ്കിലും കണ്ടോ ഇത്രയധികം നെയിൽ പോളിഷ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് നെയിൽ പോളിഷ് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. പക്ഷേ നെയിലില്ല, അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ അപൂർവമാണ് എൻ്റെ നെയിലൊന്ന് നീളം വെക്കണത്. നീളം വെച്ചാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അത് കാരണം ഞാൻ അധികം നെയിൽ കയ്യും ഇടാറില്ല, നെയിൽ പോളിഷ് കയ്യും ഇടാറില്ല. കൂടുതൽ കാലമാണ് ഞാൻ നെയിൽ പോളിഷ് ഇടാറുള്ളത്. ഇതുപോലെ കുറേ കളർ ഉള്ള കാരണം ഞാൻ എന്താ പറയുക വീക്ക്ലി അല്ലെങ്കിൽ ഒരു 3 to 4 ഡേയ്സ് കൂടുമ്പോൾ ഞാൻ മാറ്റി റീഅപ്ലൈ ചെയ്യാറുണ്ട് പല പല കളേഴ്സ്. യെസ്, അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻസ് കാണിച്ചു തരാം. കാരണം കോമൺ ആയിട്ട് ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു കമൻറ്റ് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഇത് വീണ്ടും ചോദിക്കണമെന്ന് തോന്നുന്നു എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻസ്. അപ്പോൾ എന്തായാലും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നെയിൽ പോളിഷ് എന്താണ് ഇത്രയും അധികം ഇഷ്ടപ്പെടാൻ ഉള്ള ഒരു റീസൺ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതിനൊരു കുഞ്ഞു സ്റ്റോറി ഉണ്ട്, അത് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിലേ നമ്മുടെ വീട്ടിൽ ഒരു നെയിൽ പോളിഷ് പോലും ഉണ്ടായിരുന്നില്ല. നമ്മൾ മേടിച്ചിരുന്നില്ല അങ്ങനെ ഇങ്ങനത്തെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആയാലും മേക്കപ്പ് പ്രൊഡക്ട്സ് ആയാലും ഒരെണ്ണം പോലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുക. കുഞ്ഞു നഖമാണെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് നഖം കടിക്കും കേട്ടോ. ചെറുപ്പത്തിൽ എപ്പോഴും ഇങ്ങനെ കൈവായലായിരിക്കും കേട്ടോ. കുഞ്ഞു നഖമായ പോലും അതിൽ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ മേടിക്കണമില്ല, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലില്ല സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ആ ഒരു ടൈം അങ്ങനെയാണ്. നമ്മുടെ വീട്ടിൽ ഒരെണ്ണം പോലും ഇല്ല. ഇങ്ങനെ അച്ഛൻ്റെ ഫാമിലിയിലെ കസിൻസിൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് നമ്മളൊന്ന് നെയിൽ പോളിഷ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഏജിനായിട്ട് കുറച്ചുകൂടി എന്താ പറയുക വയസ്സ് കൂടിയ ചേച്ചിമാരുണ്ട്, കസിൻസ്. അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വലിയവർ സംസാരിക്കുമ്പോൾ നമ്മൾ കുട്ടികൾ റൂമിലൊക്കെ പോയിരിക്കും. അപ്പോൾ ആ ചേച്ചിമാർ ആ ടൈമിൽ ചിലപ്പോൾ പഠിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരിക്കും. അപ്പോൾ നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ചോദിക്കും നമ്മളോട്, നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യണോ അല്ലെങ്കിൽ എടുത്തോ അപ്ലൈ ചെയ്തോ എന്നൊക്കെ പറയും. അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ശരിക്കും ഇത് എന്താ പറയുക, ഇത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും. നമ്മുടെ കയ്യിലില്ലാത്തൊരു സംഭവം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ വീട്ടിലിങ്ങനെ പോകുമ്പോൾ കാണുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങോട്ട് ചോദിക്കില്ല, അവരിങ്ങോട്ട് പറയുമ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ് കേട്ടോ ഇത്. അപ്പം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ നമ്മുടെ വീട്ടിൽ ഒരു നെയിൽ പോളിഷ് പോലും ഇല്ലല്ലോ. അപ്പോൾ അവരുടെ വീട്ടിലാണെങ്കിൽ ഇതുപോലെ ഇത്രയധികം ഇല്ലെങ്കിലും കുറച്ചധികം ഉണ്ടാവും. അപ്പോൾ അതിന് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സെലക്ട് ചെയ്ത് കുഞ്ഞു നഖത്തും ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, എന്നായിരുന്നു ഞാനൊക്കെ ഇത്രയധികം നെയിൽ പോളിഷ് മേടിക്കുക എന്നൊക്കെ. ഇപ്പം എന്തായാലും കുറേ നെയിൽ പോളിഷായി, എന്താ പറയുക കുറച്ചധികമാണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ള നെയിൽ പോളിഷ്. ഇപ്പോൾ എന്നോട് ഇങ്ങനെ എന്താ പറയുക വീട്ടിൽ നമ്മൾ അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ ഇടയ്ക്കൊരു ചേച്ചി വരും കേട്ടോ കല്യാണ ടൈമിൽ. അപ്പോൾ ആ ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നെയിൽ പോളിഷ് ഉണ്ട്, എൻ്റെ മോൾക്ക് ഇതുപോലെ നെയിൽ പോളിഷ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്, ഒരെണ്ണം പോലും ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ആ ഒരു എന്താ പറയുക മുൻപത്തെ ഒരു സംഭവം ഞാനിങ്ങനെ ആലോചിച്ചു. സെയിം അവസ്ഥയായിരുന്നു എനിക്കും. ഒരെണ്ണം പോലും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാൻ. അപ്പം ഞാൻ എൻ്റെ അടുത്താണെങ്കിൽ ആ ഒരു ടൈമിലൊരു 5-6 എണ്ണം പുതിയതുണ്ടായിരുന്നു, എടുത്ത് ഉപയോഗിക്കാത്തതുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്ത് കൊടുത്തു കേട്ടോ ചേച്ചിക്ക്. കാരണം എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു സംഭവം. അപ്പോൾ ഞാൻ ഭയങ്കര ഇഷ്ടമാണ് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാൻ. ഒന്നും നമ്മുടെ അടുത്ത് ഒരെണ്ണം പോലും ഇല്ലെങ്കിൽ സ്ഥലം ചെയ്യുക, അതുപോലെയായിരുന്നു കേട്ടോ. അതാണ് എനിക്ക് ഇത്രയും ഇഷ്ടം നെയിൽ പോളിഷിനോട്. ഇത് ഈ ഒരു ബോക്സിൽ ചിലപ്പോൾ ഒരു 3, 4, 5 എന്താ പറയുക കഴിഞ്ഞതായിരിക്കും. പക്ഷേ ഞാനിങ്ങനെ എടുത്ത് വെച്ചേക്കുകയാണ്. നെയിൽ പോളിഷ് അത്രയും എനിക്കിഷ്ടമാണ്. കാരണം ഒരു ടൈമിൽ എൻ്റെ അടുത്ത് ഒരെണ്ണം പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറേ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റോറി കേട്ടോ. ഇതിൽ ടോട്ടൽ എത്ര നെയിൽ പോളിഷ് ഉണ്ടെന്ന് ഞാൻ ഇതുവരെ അങ്ങനെ കൗണ്ട് ചെയ്തിട്ടില്ല. കൗണ്ട് ചെയ്താലും ഒരു പിറ്റേ ദിവസം പോയിട്ട് ഞാൻ വേറെ 2 എണ്ണം മേടിക്കും, അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഇതിൽ എത്ര ഉണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കിയേക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിൽ ഏതുള്ള ഷെയ്ഡ്സ് നോക്കാം. അതായത് ഇതിലുള്ള കളേഴ്സ് നമുക്ക് നോക്കാം. നെയിൽ പോളിഷിൻ്റെ കുറച്ചധികം ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്കിങ്ങനെ എടുത്ത് ഇരിക്കാൻ വയ്യ, ഞാൻ താഴ്ത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഷെയ്ഡ്സ് നോക്കിയാലോ. ഞാൻ
ഇത്രയും അധികം നെയിൽ പോളിഷ് ഞാൻ ഒരുമിച്ച് മേടിച്ചതല്ല, അത് ഞാൻ ആദ്യം പറയാം. ഒരു 2-3 സെറ്റ് ദുബായിൽ നിന്ന് കൊണ്ടുവന്നത്. സെറ്റ് പറയുമ്പോൾ 12 എണ്ണം ഉണ്ടാവും കേട്ടോ. അതൊക്കെ 12 തന്നെയല്ലേ? യെസ്, 12 ഉണ്ടാവും. അത് ഞാൻ ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അങ്ങനെ 2 സെറ്റോ 3 സെറ്റോ ഉണ്ട്. പിന്നെ ഒക്കെ നമ്മുടെ ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കേണ്ടതാണ്. ഇവിടെ അടുത്തുള്ള കുറച്ച് ഷോപ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ അണ്ണാച്ചിക്കട ഉണ്ട്, പ്രിയങ്ക, അവിടെ നിന്ന് മേടിക്കും. അങ്ങനെ മേടിച്ചാണ്. അപ്പോൾ നമുക്ക് ഷെയ്ഡ് നോക്കിയാലോ. ഫസ്റ്റ് വൺ വന്നിട്ടുണ്ടെങ്കിൽ ഈ റെഡ് ഷെയ്ഡാണ് കേട്ടോ. ഇത് ദുബായിൽ നിന്നാണ്, കണ്ടോ, അറബിയൊക്കെ എഴുതിയൊക്കെ ഉണ്ട്. ഞാൻ വേഗം കാണിക്കാം, കുറേ ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു വൈറ്റ് ഷെയ്ഡാണ്. പിന്നെ ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ്. ഇത് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ ഇതുവരെയായിട്ട്. പിന്നെ ഇതാ ഈ ഒരു പിങ്ക് ഷെയ്ഡ്. പിന്നെ ഈ ഒരു എന്തൊരു ഷെയ്ഡ്, എനിക്ക് ഷെയ്ഡിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ഷെയ്ഡ്, പേരറിയാത്ത കാരണം നിങ്ങൾ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരും. പിന്നെ ഇതാ ഈ ഒരു ഷെയ്ഡ്, ഇത് ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ്. പിന്നെ ഈ ഒരു ഷെയ്ഡ്, ഇതെന്ത് ഷെയ്ഡാണ്? വയലറ്റ് എന്ന് പറയാം, നിരത്തി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഇതാ ഈ ഒരു ഷെയ്ഡ്, കുറേ ഉണ്ട് കേട്ടോ. ഇതാ ഈ ഒരു പച്ച, യെസ്, ഈ ഒരു ഷെയ്ഡ്. ദൈവേ, ഈ ജനലിപ്പോൾ ഒന്ന് ഫുള്ളാവും. ഈ ഒരു ഗ്രീൻ ഷെയ്ഡ്, ഈ ഒരു പിങ്ക് ഷെയ്ഡ്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ്, ഞാൻ കൂടുതൽ അപ്ലൈ ചെയ്തൊരു ഷെയ്ഡ്. പൊടി പിടിച്ചേക്കണം, പൊടി പോകണം കണ്ടോ നിങ്ങൾ. ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. ഈ ഒരു ഷെയ്ഡ് ബ്ലൂ, ലൈറ്റ് ഒരു കളർ, ക്രീമോ എന്തൊക്കെയോ പറയും ഇങ്ങനത്തെ ഷെയ്ഡിന്. പിന്നെ ഇതാ പീകോക്ക്, ഇതൊക്കെ ദുബായിൽ നിന്ന് കൊടുക്കുന്നതാണ്. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഫുള്ള് ദുബായിൽ നിന്ന് കൊടുക്കുന്നതാണ്. എന്താ ഈ ഒരു കളർ ദുബായിൽ നിന്ന് കൊടുക്കുന്ന ആദ്യം കാണിച്ചിട്ട് ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് മേടിച്ച ഷോപ്പിൽ നിന്ന് മേടിച്ചത് കാണിക്കാം കേട്ടോ. ഇതൊക്കെ താഴെ കിടക്കണ കാരണം കുറച്ച് പൊടിയുണ്ട്. ഈ ഷെയ്ഡ്സ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല, വളരെ റെയറാണ് ലൈറ്റ് ഷെയ്ഡ്സ് കേട്ടോ. ഇതാ പിങ്ക്, അഗെയിൻ റെഡ്, അഗെയിൻ റെഡ്. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ദുബായിൽ നിന്ന് ഒരു 2-3 സെറ്റ് കൊണ്ടുവന്നു. കാരണം എല്ലാ സെറ്റിലും ഒരു റെഡ് ഉണ്ടാവും. എനിക്കാണെങ്കിൽ റെഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇതാ ലൈറ്റ് ബ്ലൂ, പിങ്ക്, ഇതെന്ത് കളറാണാവോ? അയ്യോ, ഇതെന്താ ഇവിടെ? ഇത് ഞാൻ കണ്ടെന്നില്ല കേട്ടോ. അത് എപ്പായതാ? ദുബായിൽ നിന്ന് കൊടുന്ന് കഴിഞ്ഞോ? ഇല്ല. ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ്, ഈ ഒരു ഓറഞ്ച് കളർ കുർത്ത ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇത് കാണിച്ചോ? ബ്രൗൺ എനിക്കിഷ്ടമാണ്. രണ്ടെണ്ണമായിട്ട് കാണിക്കാതെ നല്ലത്. എഗെയിൻ ഒരു റെഡ് ഷെയ്ഡ്, ഗ്രേപ്പ് കളർ, 3 ലൈനായിട്ടപ്പം നെയിൽ പോളിഷ് നിരത്തി വെച്ചിട്ട്. യെസ്, കുറേ ലൈറ്റ് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. ലൈറ്റ് ഷെയ്ഡ്സ് കൂടുതലും ചേച്ചിയാണ് യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ ഡാർക്ക് ഷെയ്ഡും ചേച്ചി ലൈറ്റ് ഷെയ്ഡാണ് യൂസ് ചെയ്യുക. ആഷ് ഇങ്ങോട്ട് വെക്കേണ്ടി വരും, അവിടെ ഫുള്ളായി. ബ്ലൂ എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ്. ഇങ്ങനത്തെ 2 ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഓരോ സെറ്റിൽ ചിലപ്പോൾ ഒരേപോലത്തെ കളറായിരിക്കും കേട്ടോ. ഞാൻ ദുബായ് പോയ സമയത്ത് 2 ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി 2 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പൊടി കണ്ടോ നിങ്ങൾ? ഇതൊക്കെ താഴ്ത്ത് കിടക്കണ കാരണം പൊടി കിട്ടും. എത്ര കൈ കിടക്കണം. ഞാൻ കുറച്ച് സ്പീഡാക്കുന്നുണ്ടേ. സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ഉണ്ട്. ഷെയ്ഡൊന്നും പറയുന്നില്ല കേട്ടോ. ഇത് ക്ലിയർ ഉണ്ട് കേട്ടോ. ക്ലിയർ 2-3 ഉണ്ട്. ഞാൻ എപ്പോഴും ക്ലിയർ യൂസ് ചെയ്യും കേട്ടോ. നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ബ്ലൂ കഴിയാറായി കേട്ടോ. ദുബായിൽ നിന്ന് കൊടുക്കുന്ന സാധനം കഴിയാറായി. പിങ്ക്, ഒരു കട തുടങ്ങാം, അത്രയ്ക്കുണ്ട്. ഗ്രേപ്പ് കളർ കേട്ടോ. യെസ്, ദുബായിൽ നിന്ന് കൊടുക്കുന്നത് ഓൾമോസ്റ്റ് കഴിഞ്ഞു ഗൈസ്. ഇനി ഒരു 2 ഉണ്ടാവുള്ളൂ. ആഷ്, ക്രീം. യെസ്, ദുബായിൽ നിന്ന് കൊടുക്കുന്നത് കഴിഞ്ഞു തോന്നുന്നു. എൻ്റെ കണ്ണിന് കാണുന്നില്ല. ഓക്കെ, കഴിഞ്ഞു. ഇതാ ഇനി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. ഇത് നൈക്കേന്നാണ് കേട്ടോ.
അടുത്ത് 3 ഉണ്ട് നൈക്കേന്ന്. എവിടെ മൂന്നാമത്തെ? അയ്യോ മൂന്നാമത്തെ ഇടാ എന്താ മേടിച്ചത് നൈക്കേന്ന്? 3 മേടിച്ചിട്ടില്ലേ ഗൈസ്? 3 നെയിൽ പോളിഷാണ് ഞാൻ നൈക്കേന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ജെൽ നെയിൽ പോളിഷാണ് കേട്ടോ. നല്ല അടിപൊളി നെയിൽ പോളിഷാണ്. നമ്മുടെ നെയിൽ പോളിഷ് കളക്ഷനിൽ ഏറ്റവും റേറ്റ് കൂടിയ 2 നെയിൽ പോളിഷാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 350 സംതിങ് ആണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് കേട്ടോ. അല്ലാണ്ട് ഞാൻ അങ്ങനെ അധികം ക്യാഷ് കളയാറില്ല നെയിൽ പോളിഷിൽ. പക്ഷേ ജെൽ നെയിൽ പോളിഷ് കുറേ കാലം ലാസ്റ്റ് ഇത് കണ്ടിട്ട് മേടിച്ചതാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, പക്ഷെ അത് കാണാനില്ല. അതപ്പോൾ ഞാൻ നോക്കിയത് കേട്ടോ കുറച്ച് നേരം. യെസ്, പിന്നെ ഇൻസൈറ്റിൻ്റെ 2 ഉണ്ട് കേട്ടോ. ഒന്ന് യെല്ലോയിൽ ഇങ്ങനെ കറുത്ത കുത്തുള്ളത്, പിന്നെ ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് ഇൻസൈറ്റിൽ 2 ഉള്ളത്. പിന്നെ യെസ്, ഇതാ നൈക്കേനെ മേടിച്ചത്. ഗ്ലിറ്ററാണ് കേട്ടോ മേടിച്ചത് നൈക്കേനെ. പിന്നെ അടുത്ത് 3 മേടിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളിയല്ലേ? എനിക്ക് ഗ്ലിറ്റർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇന്ന് ലിപ്സ്റ്റിക്കിൽ ഗ്ലിറ്റർ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ ഒരു തിളക്കം? ഗ്ലിറ്റർ കുറേ ഉണ്ട് കേട്ടോ. അതൊന്ന്, ഇത് 2, ഇതെന്താ പർപ്പിൾ ഗ്ലിറ്ററാണ്. ഇത് പീകോക്ക് ഗ്ലിറ്റർ. സുഡിയോടെ കുറേ മേടിച്ചിട്ടുണ്ട് കേട്ടോ നെയിൽ പോളിഷ്. സുഡിയോടെ കുറേ ലാസ്റ്റ് ചെയ്യും. ഇതാ ഇത് സുഡിയോടാണ്. ഇതൊക്കെ ഒന്ന് 2 കൊല്ലമൊക്കെ ഉണ്ട്. ഇത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതിൽ കുറേ ലാസ്റ്റ് ചെയ്യും അത്. പിന്നെ ഇതാ ഇൻസൈറ്റിൻ്റെ ഇനിയുണ്ട്. ഇൻസൈറ്റിൻ്റെ ഒരു ബ്രൗൺ. പിന്നെ ഇത് ഏതാ? ലാക്മിയുടെ കേട്ടോ ബ്ലൂ. ക്ലിയർ ഉണ്ട് കേട്ടോ, മാഴ്സിൻ്റെ ക്ലിയർ. പിന്നെ കളർ കോഡിൻ്റെ ഒരു കളറുണ്ട് കേട്ടോ. അതാ ഈ ഒരു കളറ്. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റുഡിയോന്ന് കുറേ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റുഡിയാണ്. ഡാസ്ലറിൻ്റെ ഗ്രീൻ, ബോട്ടിൽ ഗ്രീൻ, 2 സ്റ്റുഡിയാണ് കേട്ടോ. ഗ്രീനും കാണുന്നുണ്ടോ? പിന്നെ ഈ ഒരു ഷെയ്ഡ്. ഇതൊരു ലൈറ്റ് ബ്ലൂവിൽ കറുത്ത കുത്തു. പിന്നെ ഈ ഒരു ഷില്ലീസിൻ്റെ ഒരു ഷെയ്ഡുണ്ട്. ഈ ഒരു ഷെയ്ഡ്. പിന്നെ ഇത് ഈ ഒരു ബ്ലൂ. ഇതൊക്കെ കുറച്ചായിട്ടുണ്ട് കേട്ടോ പൊടി. ഈ ഒരു പർപ്പിൾ ഷെയ്ഡ്. പിന്നെ നമ്മൾ പോപ്സോ അങ്ങനെ എന്താണ് ബ്രാൻഡിൻ്റെ പേരേക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 6 ഉള്ളത് തോന്നുന്നു. 1 2 3 5 ഉള്ളത്. ഈ ഒരു ഷെയ്ഡ് കാണിക്കണല്ലേ? ഇതാ ഈ ഒരു പച്ച, ഈ ഒരു ലൈറ്റ് മഞ്ഞ. ഞാൻ ഇത് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ഒട്ടും നന്നായിട്ട് തോന്നിയില്ല ഈ ബ്രാൻഡിൻ്റെ. പിന്നെ ഈ ഒരു ലാവൻഡർ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിങ്ങനെയാണ് കേട്ടോ. എനിക്കറിയില്ല എന്താ നെയിൽ പോളിഷ് ഇങ്ങനെയാണ്. ഒരു സുഖമില്ലാത്ത നെയിൽ പോളിഷാണ്. ഈ ഒരു 5 ഷെയ്ഡ്. ഫൈനലി നമ്മുടെ നെയിൽ പോളിഷ് ബോക്സ് കാലിയായിരിക്കുന്നു. പിന്നെ ഇതൊക്കെ നെയിൽ പോളിഷ്, നെയിൽ ആർട്ടിനുള്ള ടൂൾസാണ് കേട്ടോ. എൻ്റെ നെയിൽ പോളിഷ് കാണാൻ പറ്റും. ഇത്രയും നെയിൽ പോളിഷാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് കേട്ടോ. ഞാനിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. യെസ്, കൗണ്ട് ചെയ്യാം കേട്ടോ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. 3 ലൈനായിട്ടാണ് കേട്ടോ നിരത്തി വെച്ചേക്കണത്. ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ ദുബായ് നെയിൽ പോളിഷാണ് കേട്ടോ. ദുബായിൽ നിന്ന് മേടിച്ചാണ് ഇത്രയും നെയിൽ പോളിഷ്. ഇനി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട് നെയിൽ പോളിഷ്. എൻ്റെ അടുത്ത് കുറേ ഉള്ള കാരണം യൂസ് ചെയ്യാത്ത കുറേ നെയിൽ പോളിഷ് ഞാൻ കൊടുത്തു കേട്ടോ. പുതിയത് ഇത്രയും നെയിൽ പോളിഷാണ് മൊത്തത്തിൽ എൻ്റെ അടുത്ത്. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68. അപ്പോൾ ടോട്ടൽ 68 നെയിൽ പോളിഷാണ് എൻ്റെ അടുത്തുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഷെയ്ഡ്സൊക്കെ കാണാൻ പറ്റും. ഇത്രയും ഷെയ്ഡ്സാണ് എൻ്റെ അടുത്തുള്ളത്. അതിലെനിക്ക് തോന്നുന്നു റെഡാണ്. റെഡിൻ്റെ പല ഷെയ്ഡ്സാണ് കുറച്ച് കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ് കളേഴ്സ് നോർമലി ഞാനങ്ങനെ വെയർ ചെയ്യില്ല. വളരെ റെയറാണ്. അതും കാലുമ്മയാണ് അപ്ലൈ ചെയ്യുക. കൈമ ഞാൻ അങ്ങനെ ലൈറ്റ് കളേഴ്സ് ഒട്ടും അപ്ലൈ ചെയ്യില്ല കേട്ടോ.
പിന്നെ പിങ്കിൻ്റെ കുറച്ച് നല്ല വെറൈറ്റി ഷെയ്ഡ്സ് ഞാൻ കണ്ടു കേട്ടോ. അതുപോലെ തന്നെ റെഡ് കുറേ ഉണ്ടല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റെഡ് കാണാനും റെഡ് അപ്ലൈ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷെയ്ഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഷെയ്ഡ്സാണ് കേട്ടോ അമ്മയ്ക്ക് ഇഷ്ടം. അമ്മ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് അപ്ലൈ ചെയ്യും കേട്ടോ ഈ ഷെയ്ഡ്സ്. ഇതാ ഈ ഷെയ്ഡ് മെറൂണ്, ബ്രൗണ്, അങ്ങനത്തെ ഷെയ്ഡ്. പിന്നെ ഇതാ ഇത് ആഷ്, വൈറ്റ്, അങ്ങനത്തെ കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ്. പിന്നെ ബ്ലൂവിൽ കുറച്ചുണ്ട് കേട്ടോ, ബ്ലൂവിൽ കുറച്ചുണ്ട്. അതുപോലെ തന്നെ ലാവൻഡറിലും കുറച്ച്, അത് 2-3 ഉള്ളൂ. പിന്നെ ഓറഞ്ച് കണ്ടോ, ഒരേപോലത്തെ 2 ഒക്കെ ഉണ്ട് തോന്നുന്നു. അയ്യോ ഇത് ഇവിടെയാണല്ലോ വെക്കേണ്ടായിരുന്നത്. യെസ്. പിന്നെ ഗ്രീനിൽ കുറച്ച് ഷെയ്ഡുണ്ട്. യെല്ലോ ആകെ ഒരെണ്ണേ ഉള്ളൂ തോന്നുന്നു. യെസ് ആകെ ഒരെണ്ണേ ഉള്ളൂ യെല്ലോ. പിന്നെ കുറച്ച് ഗ്ലിറ്ററിങ് ആണ് ഇതൊന്ന്, സിൽവർ, ഒരു റോസ് ഗോൾഡ് മിക്സ്, പിന്നെ ലാവൻഡർ മിക്സ്, പിന്നെ പീകോക്ക് മിക്സ്. ഇത്രയും ഗ്ലിറ്ററാണ് എൻ്റെ അടുത്തുള്ളത്. പിന്നെ 2 ക്ലിയർ ഉണ്ട്. ഇത് കഴിയാറായിട്ടോ, ഇത് പുതിയതാണ്. പിന്നെ ഇതാ ഒരു വകയ്ക്ക് കൊള്ളാത്ത നെയിൽ പോളിഷാണ് ഈ 5 കണ്ടോ. ഇതിങ്ങനെയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ഒരു വട്ടമൊക്കെ അപ്ലൈ ചെയ്തു, പിന്നെ അപ്ലൈ ചെയ്തില്ല, ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. യെസ്. അപ്പോൾ കണ്ടല്ലോ, ഇത്രയും നെയിൽ പോളിഷാണ് എൻ്റെ അടുത്തുള്ളത്. നമ്മൾ എത്ര കൗണ്ട് ചെയ്തത്, 68 അങ്ങനെയാണ് നെയിൽ പോളിഷ് ഉള്ളത്. ഇതിൽ 2-3 2 എന്താ പറയുക, ഒട്ടും ഇല്ലാത്ത നെയിൽ പോളിഷാണ് കേട്ടോ. നാശമായതല്ല, ഒട്ടും ഇല്ലാത്ത നെയിൽ പോളിഷാണ്. പക്ഷെ അത് ഞാൻ യൂസ് ചെയ്യും. എങ്ങനെയാണെന്നല്ലേ, ഒട്ടും ഇല്ലെങ്കിൽ പോലും വളരെ കുറച്ച് ക്വാണ്ടിറ്റി നമ്മുടെ ഈ ഒരു ബോട്ടിൽ ഉണ്ടായാൽ മതി, നമുക്ക് ആ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അറിയാത്തവർക്കാണ് പെർഫ്യൂംസ് ഇല്ലേ, നമ്മൾ സ്പ്രേ ഇതിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഉള്ളിലോട്ട്. എന്നിട്ട് ജസ്റ്റ് ക്യാപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. നമ്മൾ പഴയ, അതായത് എങ്ങനെയാണോ ആ നെയിൽ പോളിഷിൻ്റെ ഷെയ്ഡ് ഉണ്ടായിരുന്നത് എക്സാക്ട് ഷെയ്ഡ് നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പം നിങ്ങളുടെ നെയിൽ പോളിഷ് തീർന്നു പോയി, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് തന്നെ പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് ഇത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് നിങ്ങൾക്ക് തീർന്നു പോയി, എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫ്യൂം എടുക്കുക, സ്പ്രേ ചെയ്യുക, അടയ്ക്കുക, ഷെയ്ക്കാക്കുക, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എങ്ങനെയാണോ ആ ഒരു ഷെയ്ഡുള്ള അതേപോലെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ദെൻ പിന്നെ ഞാൻ എങ്ങനെയാണ് നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ സാധനം മേടിക്കുന്നത്. ഇതിനെന്താ പറയുക, കോട്ടൺ പാഡ് അല്ലേ. ഇതിങ്ങനെ ജസ്റ്റ് ഒരെണ്ണം എടുത്ത്, ഇപ്പം എന്തായാലും എടുത്ത സ്ഥിതിക്ക് നെയിൽ പോളിഷിൻ്റെ കളർ മാറ്റാം. ഇപ്പം ഞാൻ വൈറ്റാണ് ഇട്ടിരിക്കുന്നത് കണ്ടോ. ഒരു ടൈമിൽ ഞാൻ നല്ലോണം വൈറ്റ് ഇട്ടിരുന്നു കേട്ടോ, പിന്നെ ഒരു ടൈമിൽ ബ്ലാക്ക് ഇട്ടിരുന്നു. ഇതേപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ എനിക്ക് ചില സമയത്തൊരു സ്വഭാവമുണ്ട്, നെയിൽ പോളിഷ് ഇങ്ങനെ കടിച്ച് കളയണ സ്വഭാവം, അതുപോലെ തന്നെ ഇങ്ങനെ പൊളിച്ചെടുക്കണ സ്വഭാവമൊക്കെ എനിക്കുണ്ട്. അത് കാരണം തന്നെ എൻ്റെ നെയിൽ വല്ലാത്തൊരവസ്ഥയിലാണ്. ഇതുകൊണ്ടൊക്കെയാണോ നെയിൽ വളരാത്തതെന്ന് അറിയില്ല. നെയിൽ വളർന്നാലും അധികം നിൽക്കാറില്ല കേട്ടോ, വളരെ റെയറാണ്. എനിക്ക് തോന്നുന്നു ഞാനൊരു 2-3 ഇയേഴ്സ് മുൻപാണ് എൻ്റെ നെയിൽ ഇത്രയൊന്നും വളർന്ന് കണ്ടത്. എത്ര ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. അല്ലാത്തപ്പോൾ ഫുള്ള് ഇത്രയൊക്കെ നിൽക്കുള്ളൂ നെയിൽ. പിന്നെ ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റ് നെയിൽ എക്സ്റ്റൻഷൻ വെച്ചു. ഇനി ഒരിക്കലും ഞാൻ വെക്കില്ല, എനിക്ക് നല്ല രീതിക്ക് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നെയിൽ സ്റ്റിക്ക് ചെയ്യണമെന്ന് ഞാൻ വെക്കാറുണ്ട്. അത് കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ് കേട്ടോ. കാരണം നമുക്ക് ആവശ്യം കഴിഞ്ഞ് എടുത്ത് റിമൂവ് ചെയ്യാം. നെയിൽ എക്സ്റ്റൻഷൻ ഞാൻ 3500 രൂപ കൊടുത്ത് വെച്ചതാണ്. ഞാനൊരു 4 ഡേയ്സേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ പറിച്ച് കളയുന്ന പ്രത്യേകം പറഞ്ഞതാണ്, ഞാൻ പറിച്ച് കളഞ്ഞു. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, നമുക്ക് മുടി കെട്ടാൻ പറ്റില്ല, നമുക്ക് ഡ്രസ്സ് ഇടാൻ പറ്റില്ല, ഒന്നിനും പറ്റില്ല. സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിസ്കംഫർട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു, അധികം ലെങ്ത് ഇല്ല അല്ലേ. പിന്നെ എന്തെനിക്ക് ഇത്ര ഡിസ്കംഫർട്ട് എന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഫുൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു ടിഷ്യൂണ്ടാവുന്ന ഒരു സംഭവമുണ്ട്, നൂല് പോലത്തെ, അതൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കും കേട്ടോ. അതാണ് ഞാനിങ്ങനെ ഉരച്ചത്. ഇതാണ് എൻ്റെ നെയിലിൻ്റെ അവസ്ഥ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ചളിയൊന്നും ഇല്ല കേട്ടോ. ചളിയില്ലല്ലോ. യെസ്, ചളിയില്ല, ക്ലീനാണ്. ചളി ഇരിക്കാൻ എങ്ങനെ ഇരിക്കുക, അതല്ലല്ലോ. നെയിലുണ്ടെങ്കിലല്ലേ ചളി ഇരിക്കുള്ളൂ. യെസ്. അപ്പോൾ ഇതാണ് അവസ്ഥ എൻ്റെ നെയിലിൻ്റെ. നമുക്ക് ഏത് കളർ അപ്ലൈ ചെയ്യാമെന്ന് ഇങ്ങനെ നോക്കുകയാണ് ഞാൻ. യെസ്, എപ്പോഴും എൻ്റെ കണ്ണ് പോകാൻ എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡിക്കാണ്. പക്ഷേ ഇന്ന് ഞാനിത് എൻ്റെ മുടി അപ്ലൈ ചെയ്യുന്നില്ല. ഇതുവരെ അപ്ലൈ ചെയ്യാത്തൊരു കളർ അപ്ലൈ ചെയ്യും, അതാണ് നല്ലത്. ഇതുവരെ ഞാൻ അപ്ലൈ ചെയ്യാത്തത് ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. അത് അപ്ലൈ ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എന്നാൽ കൂടി ഇന്ന് ഞാനത് അപ്ലൈ ചെയ്യും. ഇവിടെ ഇങ്ങനെ വെച്ചേക്കാനോട്ടോ നെയിൽ പോളിഷ്, അതാണ് ഞാൻ നോക്കണത്. ഇതിലേത് ഷെയ്ഡ് അപ്ലൈ ചെയ്യും? വെള്ളം ഓൾറെഡി അപ്ലൈ ചെയ്ത കാരണം വൈറ്റിന് അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. ഏത് അപ്ലൈ ചെയ്യും? കുറച്ച് കൺഫ്യൂഷൻ ആയല്ലോ. ഇപ്പോൾ ലൈറ്റ് കളറൊന്ന് പറയുകയും ചെയ്തു, എനിക്കാണെങ്കിൽ ലൈറ്റ് കളർ ഇഷ്ടമല്ല. ഞാനേ ഡാർക്ക് അപ്ലൈ ചെയ്യും, അതാണ് നല്ലത്. എനിക്കാണ് ഇഷ്ടം. ഇത് അപ്ലൈ ചെയ്താലോ? ഇത് കുറച്ച് ലൈറ്റാണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്യും. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഇതുപോലെ ഇടയ്ക്ക് പണി കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാൻ ഓഫാക്കിയിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. കാരണം ഫാനൊക്കെ ഇട്ട് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ നെയിൽ പോളിഷ് നാശമാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുറച്ച് പേര് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറില്ല നെയിൽ പോളിഷ്. എൻ്റെ അങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാണ്ട് നാശമായിട്ടില്ല കേട്ടോ. എൻ്റെ കുറേ കാലങ്ങളായിട്ട് നാശമാണെന്നാണ്. അല്ലാണ്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് അടിപൊളി, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തില്ലെങ്കിൽ നാശമാവും, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നമുക്കത് അപ്ലൈ ചെയ്യാം. അപ്പോൾ കുറച്ചായിട്ട് ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സ് ഇങ്ങനെ നോക്കുമ്പോൾ കോമൺ ആയിട്ട് ഈ കമൻറ്റ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. നെയിൽ പോളിഷ് കളക്ഷൻ കാണിക്കൂ, നെയിൽ പോളിഷ് കളക്ഷൻ കാണിക്കൂ. ഞാനാണെങ്കിൽ കുറച്ചായി വിചാരിക്കുന്നു കാണിക്കണമെന്ന്. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. സെഞ്ചുറിയൊക്കെ അടിച്ചിട്ട് എന്തായാലും ഇപ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അധികമൊന്നും മേടിക്കുന്നുണ്ടാവില്ല, കാരണം അത്യാവശ്യം ഉണ്ട് എൻ്റെ അടുത്ത് നെയിൽ പോളിഷ്. പിന്നെ ചില ഷോപ്പിൽ പോകുമ്പോൾ നമ്മുടെ കയ്യിലില്ലാത്ത അടിപൊളി ഷെയ്ഡ് കാണുമ്പോൾ മേടിക്കാൻ ഇങ്ങനെ തോന്നും. അങ്ങനെ മേടിച്ച് പോണതാണ് ഞാൻ. പിന്നെ സുഡിയോയിൽ നല്ല അടിപൊളി ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റ് ടൈം പോയപ്പോൾ കണ്ടു ബാർബി പിങ്ക് ഒക്കെ വന്നിട്ടുണ്ട്. ആ ഒരു പ്രത്യേക പിങ്കില്ലേ, ബാർബി പിങ്ക് എന്നാണ് ഞാൻ പറയാം, ആ ഒരു ഷെയ്ഡ് കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയി, അതാണ് ഞാൻ ഇപ്പോൾ കയ്യിൽ പിടിച്ചിട്ട് സംസാരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നെയിൽ പോളിഷ് ഉണങ്ങാൻ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കപ്പിൽ വെള്ളം എടുക്കുക, അതിനുശേഷം കയ്യെ ഡിപ്പ് ചെയ്ത് കപ്പിൽ കുറച്ച് നേരം വയ്ക്കുക, പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ നെയിൽ പോളിഷ്. ഇപ്പോൾ കാലാണെങ്കിലും കുറച്ച് നേരം ബക്കറ്റിൽ മുക്കി വയ്ക്കുകയാണെങ്കിൽ നെയിൽ പോളിഷ് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അത് ഞാൻ പറയാൻ വിട്ടുപോയി, അതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ നെയിൽ പോളിഷൊക്കെ അപ്ലൈ ചെയ്ത് ഇനി കുറച്ച് നേരത്തേക്ക് എൻ്റെ നെയിൽ പോളിഷ് ഷോ ഉണ്ടാവും വീട്ടുകാർക്ക് കേട്ടോ. യെസ്, അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നിങ്ങൾ എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻസ് കണ്ടു എന്ന് വിചാരിക്കുന്നു. 68 നെയിൽ പോളിഷാണ് എൻ്റെ അടുത്തുള്ളത്. ഇനിയും ചിലപ്പോൾ മേടിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നല്ല നല്ല ഷെയ്ഡ്സ് കണ്ടാൽ മേടിക്കും, അല്ലെങ്കിൽ ഞാൻ മേടിക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം അത്രയ്ക്കായി എൻ്റെ അടുത്ത് നെയിൽ പോളിഷ്. ഇതൊന്നും ആയിരുന്നില്ല, ഞാൻ പറഞ്ഞില്ല, ഒരു 20-നടുത്ത് 20 പോരാ, 20 മേലെ നെയിൽ പോളിഷ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ചിലപ്പോൾ ഒരു 100 നെയിൽ പോളിഷിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അത് അത്രയും കൊടുത്ത കാരണം ഇതിൽ കാണുന്നില്ല, അല്ലെങ്കിൽ ഒരു 100 ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നെയിൽ പോളിഷ് കളക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു നെയിൽ പോളിഷ് കളക്ഷൻ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ, ലവ് യു ഓൾ.